ഇന്ന് മഴയുള്ളൊരു ദിവസമാണ്. പക്ഷെ എന്നിട്ട് ചൂടുണ്ട്. എന്നിട്ട് നല്ല ചൂടാണ്. നമ്മളിരിക്കുന്ന എന്താ ബാസ്കറ്റ്ബോൾ കോർട്ടിലാണ്. സതിക്കൊന്നും പറയാനില്ല പറയുന്നു. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇപ്പോൾ 126 വ്യൂവോ അങ്ങനെങ്ങാണ്ടുണ്ട്. 2 കമന്റ്. എത്ര സബ്സ്ക്രൈബേഴ്സ്? 5 സബ്സ്ക്രൈബർ ഇടും. ഇൻസ്പിറേഷൻ ഉണ്ട്. 5 സബ്സ്ക്രൈബർ നമ്മളല്ല, അത് മനസ്സിലാക്കാം. അതെ അതെ, നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ ആൾക്കാർ നോക്കുന്നു. ഇപ്പോഴേ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു, അവർ നമ്മളെ തിരിച്ചറിയുന്നു. നമ്മളെ തിരിച്ചറിയുന്നു. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ നാണാന്ന് തോന്നുന്നു. നാണമല്ല, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ആലോചിക്കട്ടെ. അതിൽ നമുക്കൊരു പോസ് ഇടാം, എന്നിട്ട് ആലോചിച്ചിട്ട് വീണ്ടും വരാം. അതെ അതെ, അല്പം നേരത്തെ ചിന്തകൾക്ക് ശേഷം നമ്മൾ അതെ, ഇവിടെ ഫസ്റ്റ് ഇയേഴ്സ് ഇതുവരെ വന്നില്ല. അതുകൊണ്ട് ആൾക്കാരൊന്നും ഈ കോളേജിലില്ല. നമ്മുടെ തേർഡ് ഇയേഴ്സും പോയി. അതെ, ഇപ്പൊ നമ്മളാണ് സീനിയേഴ്സ്. പിന്നെ നമ്മൾ ഇന്ന് സൈഡ് മാറിയിരുന്നു. സാധാരണ നമ്മൾ ഇപ്പുറത്തെ സൈഡായിരിക്കുന്നു, നമ്മൾ അപ്പുറത്തെ സൈഡിൽ എല്ലാരും സർപ്രൈസ് ആയി. നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം ഗായ്സ്. പൊട്ടുപോയി ഗായ്സ്. ഇനി എന്ത് ചെയ്യുന്നറിയില്ല. എന്നാലും അവരെന്തിനാണ് നമ്മളെ നോക്കിയത്? കണ്ടു കാണും ഗായ്സ്. നമ്മുടെ വീഡിയോ നോക്കുന്നു, എന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നു, അട്ടഹസിക്കുന്നു. നമുക്കുള്ള ധൈര്യം പോലും അവർക്കില്ല. അതെ, നമ്മുടെ കുറച്ച് ജൂനിയേഴ്സ് നമ്മളെ നോക്കി ചിരിക്കും, നമ്മൾ കണ്ടു. നമ്മുടെ ജൂനിയേഴ്സ്, നമ്മുടെ സ്വന്തം ജൂനിയേഴ്സ് നമ്മള്. അതെ, മറ്റവര് അവർക്കൊരു ഇതില്ല. ഇതവര് കാണുവാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല പോലും ഇല്ല. പക്ഷെ മറ്റുള്ളവരെ കളിയാക്കും. അതെ, എന്ന് വെച്ചാൽ നിങ്ങൾ വ്ലോഗ് സ്റ്റാർട്ടാക്കി ഞങ്ങളെക്കാട്ടി നോക്കുകയാണ്. വണ്ടികൾ പോകുന്നു. നമുക്ക് രുക്മിയുടെ വീഡിയോ കാണാം ഗൈസ്. അത് കാണിച്ച് രുക്മിയുടെ വീഡിയോ. ഇന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തോണ്ടും ആൾക്കാർ കൂടുന്നത് കൊണ്ടും നമ്മൾ നിർത്തുകയാണ്. നമ്മുടെ ക്ലാസ് തുടങ്ങാറായി. നമ്മൾ ക്ലാസ്സിൽ അവിടെ 2 പേര് നോക്കി ചിരിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ഫേമസ് ആയി കഴിഞ്ഞ് ഇവരൊക്കെ ദുഃഖിക്കും. നമ്മൾ അവർക്ക് ചിരിച്ചവരൊക്കെ ദുഃഖിക്കും. അവരെ കാണിക്കാൻ പറ്റുമോ ചോദിച്ചില്ല. കാണിക്കാൻ പറ്റില്ല. എനിക്ക് കാണിച്ചു തരും. അത് തിരിക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ ഫോണിൽ കാണിക്കാം. ഫോണിൽ എടുത്തിട്ട് അത് ആഡ് ചെയ്യാം. ഓക്കെ, കാണിക്കുക. അപ്പുറത്തെ ആൾക്കാരുണ്ട്. സോറി. അതെ, അതവർക്ക് ദുഃഖമായി തോന്നുന്നു. ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഷോട്ട് നമ്മുടെ രുക്മ രാജേന്ദ്രൻ നമുക്ക് വേണ്ടി. ഹലോ ഗൈസ്, ഞങ്ങൾ പിന്നെ വന്നിരിക്കുന്നു. അതെ അതെ, ക്ലാസ് കഴിഞ്ഞു. അതെ, ഇപ്പൊ ഇവിടെ കാര്യമില്ല. സപ്ലൈ എഴുതാൻ എല്ലാവരും പോയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സമാധാനമുണ്ട്. അതെ, ചെറിയൊരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അല്ലേ? ചെറിയൊരു ക്ലിപ്പിടാം. പക്ഷെ മിസ് ശ്രദ്ധിച്ചില്ല നമ്മളെ. അതെ, മിസ് ഭയങ്കര നമ്മളോട് സംസാരിച്ചില്ല. ഇല്ല, മിസ് ആരാലും നമ്മൾ പറയത്തില്ല. പംകിൻ പംകിൻ മഴയത്ത് പോവാണ് ഗൈസ്. അതെ ഗൈസ്, അവിടെ അവരുണ്ട്. പക്ഷെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. നമുക്ക് കിളിയൊക്കെ കാണിക്കാം. അതെ, പക്ഷെ തിരിക്കാൻ പറ്റില്ല. നമുക്ക് കാണിക്കാം. ഇത് ചെയ്യാം. അയ്യോ, ഞാൻ ഫോൺ എടുക്കണ്ടായിരുന്നു. അത് നിർത്തിയേക്കാം.
എന്തിനാ? എന്നിട്ട് കിളിയെ കാണിക്കാം. ഓക്കെ, എല്ലാവരും പോവുകയാണ്. അവിടെയുണ്ട് മണ്ണൊക്കെ ഉണ്ട് ഗൈസ്, കാണാമോ എന്നറിയില്ല. അതാ ഉണ്ടോ പറഞ്ഞ് അവിടെയൊക്കെ പിള്ളേരുണ്ട് ഗൈസ്. പക്ഷെ നമുക്കതൊന്നും ഒരു വിഷയമല്ല. വീട്ടിൽ പിടിക്കണം പിടിക്കണം അത് നമുക്കൊരു വിഷയമല്ല. അവർ ഓർക്കും നമ്മൾ വീഡിയോ ക്യാമറ അല്ല എന്താ പറയുന്നത്, മഴയുടെ വീഡിയോ എടുക്കാൻ വിചാരിക്കും. അതെ, പക്ഷെ അല്ല, നമ്മൾ വ്ലോഗ് ചെയ്യുകയാണ്. അതെ, വേണ്ട നമ്മൾ ചെറുതായിട്ടൊന്ന് കോളേജൊക്കെ കാണിക്കാം. പക്ഷെ ഒരു കോളേജ് ടൂർ വരുന്നുണ്ട് ഗൈസ്. അതെ, അപ്പോൾ ചെറുതായിട്ട് ഇതാണ് ഗൈസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്. ഇത് നമ്മുടെ ലൈബ്രറി, ഇത് നമ്മൾ ഉലാത്തുന്ന വഴികൾ. ഇതുവഴിയാണ് നമ്മൾ നടക്കുന്നത്. അതെ, അവിടെയൊക്കെ ആൾക്കാരുണ്ട് ഗൈസ്. പക്ഷെ അത് നമുക്കൊരു വിഷയമല്ല. അതെ, നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതെ, പക്ഷെ നമ്മളിപ്പോൾ നിർത്തും, കാരണം ഒരു വലിയ കോളേജ് ടൂർ വരുന്നുണ്ട് ഗൈസ്. അതെ അതെ, ഓക്കെ. നമുക്ക് ട്രൈപോഡ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് അതെ, നമ്മൾ കൈകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ നനയുകയാണ് ഗൈസ്. ഓക്കെ, മുമ്പിലൊരു ചെറുക്കം വരുന്നുണ്ട്, പക്ഷെ നമ്മൾ നിർത്തില്ല. ഇവർക്ക് നാണം വരുന്നുണ്ട്, പക്ഷെ എനിക്ക് നാണം വരുന്നില്ല. ഇത് നീട്ടി പിടിക്കുക. ഞാൻ വലിയ വ്ളോഗറായിപ്പോയി. ഗ്ലൈസ് എന്ന് പറയാം ഗൈസ്. ഞാൻ പിടിക്കാൻ. ഓക്കെ, ഇനി കുട ഞാൻ പിടിക്കുന്നതാണ് ഗൈസ്. ഇതുവഴി പോയി അവരുടെ പിക്ക് ചെയ്യും. അതെ, എന്നിട്ട് അവർ ബാക്കി പറയുന്നതായിരിക്കും വിശേഷങ്ങൾ. അതെ, ബാക്കി അവർ ഇവിടുന്ന് പോട്ടെ. തലയിങ്ങനെ മുറിക്കാം. ഒരു തമ്പനിയിൽ എടുത്താൽ കുട വേണം, മഴയുള്ള ദിവസമല്ലേ. എടുക്കണ്ട ഗൈസ്, നിങ്ങളിത് കണ്ടോ? ഞങ്ങളുടെ കോളേജിൻ്റെ എന്തുവാ സൗന്ദര്യം. ഞങ്ങളുടെ കോളേജിൻ്റെ ഇത് കണ്ടോ നിങ്ങൾ? ഗൈസ്, ഞങ്ങളാണ് ഞങ്ങളുടെ വേഷം കേട്ടോ. അതെ, ഞങ്ങൾ കോളേജിൻ്റെ ചാപ്പൽ കാണിക്കാം. ഇതാണ് ഗൈസ്, ഇതാണ് കോളേജിലെ ചാപ്പൽ. രാവിലെ ഇനി ഒത്തിരി സ്ഥലമുണ്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അതെ അതെ അതെ, നമ്മുടെ ബാസ്കറ്റ്ബോൾ കോർട്ട് മുമ്പേ നിങ്ങൾ ശരിക്കും കണ്ടു കാണത്തില്ലായിരിക്കും. ഞങ്ങൾ അത് കാണിക്കുന്നതായിരിക്കും അല്ലേ? അതെ, ഇതാണ് ഗൈസ് ബാസ്കറ്റ്ബോൾ കോർട്ട്. പിന്നെ ആ ഡിപ്പാർട്ട്മെന്റ് അതെ ഗൈസ്, ഞങ്ങൾ ഭയങ്കര ഇൻട്രോവേർട്സ് ആണ്. ഞങ്ങളുടെ ബാക്കി കാണുന്നത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ബിൽഡിംഗ് ആണ്. ഇച്ചിരിങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നത് കോളേജിൽ വന്നപ്പോൾ തൊട്ട്. അതെ, അതിനകത്ത് ഞങ്ങൾ സൈലന്റ് ആണ്, ഭയങ്കര ഇൻട്രോവേർട്സ് ആണ്. അതെ, അപ്പം നിങ്ങൾ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. വീഡിയോയിലായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾക്ക് അടുത്ത സ്പോട്ട് കാണാം. അതെ അതെ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ അവരെ കണ്ടുമുട്ടാൻ പോവുകയാണ്. അവർക്കറിയത്തില്ല, ഞങ്ങൾ അവരുടെ വീഡിയോ കാണിക്കാം, പക്ഷെ അവർക്കറിയത്തില്ല ഇപ്പോൾ ഞങ്ങൾ അവരുടെ വീഡിയോ എടുക്കാൻ പോകുന്നതെന്ന്. ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നതെന്നേ അവർ വിചാരിക്കത്തുള്ളൂ. ഞങ്ങൾ അവരെ കാണിക്കാം ഗൈസ്. ഇവരെടുക്കുകയാണ് ഗൈസ്. അതെ, നമ്മൾ 4 പേരും കണ്ടുമുട്ടി ഗൈസ്. അതെ, നമ്മൾ മഴത്തിൽ നടക്കുക. നമ്മൾ വീണ്ടും ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിൽ വന്നു. ഇത് ലൈബ്രറി, അത് കാണിച്ചായിരുന്നു. ഞങ്ങൾ അപ്പുറത്ത് നമ്മൾ അടുത്ത ദിവസം ലൈബ്രറിക്ക് അകത്ത് കയറി കാണിക്കുന്നത്. അതെ, നമ്മൾ കോളേജ് ടൂർ വീഡിയോ എടുക്കാനൊക്കെ അറിയത്തില്ല, ആരും ഇല്ലെങ്കിൽ എടുക്കാം. ഇന്നത്തെ വ്ലോഗ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതെ അതെ.